ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൈൻ ട്രീ ആണ്. പൈൻ ട്രീയിലാണ് നമ്മൾ വന്നത്. എല്ലാവരും ഇറങ്ങി. ഡ്രൈവർമാരോട് ചീറ്റല്ല വില്ല എന്തോ എടുക്കാണ് ഇവിടെ. ഇവിടെ എന്തോ പാസ് ഉണ്ടെങ്കിലാണ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മുടെ പൈൻ ട്രീ. അപ്പോഴേക്കും ഇവിടെ ആംബുലൻസ് ബ്ലോക്കായി പോയി. അപ്പോൾ അത് കാണാൻ പറ്റും. ഇവിടേക്ക് ഈ ആംബുലൻസ് അല്ല, ആ ആംബുലൻസാണ് ബ്ലോക്കായത്. ഇവിടെ വണ്ടി എല്ലാം ബ്ലോക്കായി ആകെ പ്രശ്നമായി. കാരണം ആംബുലൻസിന് പോകാൻ പറ്റുള്ള. പക്ഷെ ആംബുലൻസ് പോയി. അപ്പം ഇനി പൈൻ ട്രീയിലേക്ക് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മരമൊക്കെ കൊള്ളാം. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാവരും സംസാരത്തിലാണ്. ഇവിടെ ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. അത്രയും സൂപ്പറാണ്. നല്ല പീസ്ഫുള്ളായിട്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ. ഹായ്, എല്ലാവരും ഇവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെയാണ്. ഇവിടെ അതിൻ്റെ അതിസാഹസമായ പുഷപ്പാണ് നിങ്ങൾ കാണുന്നത്. പുഷപ്പല്ലല്ല, പുള്ളപ്പാണ് കാണുന്നത്. അതും പൈൻ ട്രീയുടെ ഇടയിൽ കിടന്നുള്ള പുള്ളപ്പ്. അപ്പൊ ലുക്മാൻ പിന്മാറിയിരിക്കുന്നു, തോറ്റു അവൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാനെടുത്ത്. ഓക്കെ ഗൈസ്, നമുക്കിന്ന് ചോറിന് എന്തോ യെല്ലോ കറി, വേറൊരു യെല്ലോ കറി, പിന്നെ എന്തോ തോരൻ, പിന്നെ ഇത് അച്ചാറ്. ഇത് ഇവിടുത്തെ ഊട്ടി അച്ചാറാണ്. എന്തോ വഴുതനങ്ങയല്ല, മറ്റേ കോവക്കച്ചാറാണ്. മിക്സഡ് അച്ചാർ, അമ്പഴങ്ങ കോവക്കെല്ലാം കൂടെ അച്ചാറ്. ഇതെന്തോ കച്ചടി, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ സാമ്പാർ. ഇത്രയാണ് നമുക്ക് കിട്ടിയ ഫുഡ്. ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോവാണ്. ഇവിടെ 7 മണി തൊട്ട് 6:30 വരെ ഓപ്പണിംഗ് ആണ്. അപ്പം നമ്മൾ നേരെ ഫെസ്റ്റിവലിലേക്ക് കയറി. ഇത് ഏത് വഴിയാണ് പോകേണ്ടതെന്നൊരു പിടിയില്ല. ഇവിടെ കൺഫ്യൂഷനായി. പക്ഷേ ഞങ്ങൾ നല്ല പോകണം. ഇവിടുത്തെ നമുക്ക് ചെടികളാണ് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഒരു വലിയ മലയൊക്കെ കാണാം. പിന്നെ ഇതൊക്കെ നടക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ, ഫോട്ടോസ്. നല്ല രസമുണ്ട് കേട്ടോ. അതേ കുളമൊക്കെ നല്ല രസമാണ് കുളം കാണാൻ. അപ്പം അങ്ങനെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചോണല്ല, കുറച്ചൊരു ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. ഇതേ സൂപ്പർ കുളം. ഇവിടെ വാട്ടർഫോൾസ് കണ്ട. നല്ല കയറി വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ട് നല്ല രസമുള്ള സ്ഥലമാണ്, കുളമാണ്. മീനൊക്കെ ഉണ്ടോ? അതേ മീൻ. നല്ല റെഡും ഗ്രീനും ഒക്കെ പൂക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ നടക്കാണ്. എല്ലാവരും വേറെ എവിടെയൊക്കെയാണ് പോകുന്നത്. ഇവിടേക്ക് ഇങ്ങനെ റെസ്റ്റ് ആൻഡ് പീസ് ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട്. അത് കണ്ട. ഇവിടേക്ക് ഇങ്ങനെ കുറച്ച് നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റും. ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാം. ഇതാരെയും ഓണടിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇതാണ് ബഗ്ഗിയിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കയറി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ബഗ്ഗിയിൽ അതിൽ റേറ്റ് കൊടുക്കണം. അതൊന്നും നമ്മൾ കയറുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ എന്തോ ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസിലാണ് പോണത്. ഇവിടെ എന്തോ ഫ്ലവേഴ്സൊക്കെ ആണെന്ന് തോന്നണം. ഓക്കെ, പൂക്കളാണ്, ഫുൾ പൂക്കൾ. ഇതൊക്കെ എന്തോ വെറൈറ്റി ടൈപ്പ് ചെടികളാണ്, പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ എന്ത് പൂവിൻ്റെയാന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതായിരുന്നു ഗ്ലാസ് ഹൗസിലുണ്ടായ ഫ്ലവേഴ്സ്. ഇത് നമുക്ക് വാങ്ങാനൊന്നും പറ്റൂല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. നമ്മൾ ഇത്രയും സ്ഥലത്തിൽ എവിടെ നിൽക്കണേന്ന് തന്നെ നമുക്കറിയണ്ടേ. ഊട്ടി വന്നത് എവിടെയാ? എവിടെയത്? യു ആർ ഹിയർ. ഇതേനാ നമ്മളിപ്പം നിൽക്കണത്. യു ആർ ഹിയർ എവിടെയാണ്? അപ്പോൾ ഇതിൽ നിങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഇവിടെ കേട്ടായിരിക്കും നിൽക്കണത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. എന്തായാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എൻ്റെ അടുത്തത് ഇവിടെ എത്തണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾ എന്തായാലും എത്തണം. ഇവിടെ എൻ്റെ ഒരു ശ്രീലങ്കയിൽ കിടക്കുന്നുണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ്. അവർക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. പിന്നെ ഒരു വഞ്ചി ഏർപ്പാടില്ലെങ്കിൽ ഒരു പാലിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇങ്ങോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ വെറുതെ വീഡിയോ ഒന്ന് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഈ പൊസിഷനിലേക്ക് എത്തണം. നിങ്ങൾക്ക് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഫോട്ടോക്ക് വെറും 100. ഇത് എത്ര രൂപയാ?
200 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് 100 രൂപ കിട്ടും കേട്ടോ. ആ സ്മോൾ സൈസിന് 100 കിട്ടാ. സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെയോ? ഇതാണ് 100 രൂപ. ഓക്കെ, ഇത് 100 രൂപക്ക് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. ഇത് 200 രൂപയാണ്. നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ഊട്ടിയിൽ വന്നവർ ഇവിടെ നിന്ന് ബൊട്ടാനിക് ഗാർഡനിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ചേട്ടൻ്റെ പേരെന്താ? ബാലച്ചേട്ടൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കണം. ചേട്ടൻ ഇച്ചിരി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും. എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ കോളേജിൽ നിന്ന് വന്ന പിള്ളേരെല്ലാവരും ഇവിടെ താഴ്ത്തും ആ റോഡ് വഴി അങ്ങോട്ട് പോയി. ഞങ്ങൾ ആരും കാണാത്തൊരു സ്ഥലത്തേക്കാണ് പോണത്. ഞങ്ങളിങ്ങനെ എന്തോ ഒരു ഏരിയ ആണ്. എന്ത് ഏരിയ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പോണ വഴിയൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ. മേടുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോഴാണെങ്കിലോ ഇവിടെ എന്തോ വെള്ള സാധനം കാണുന്നുണ്ട്. അയ്യോ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? അയ്യോ ഫർസാന, ഇനി എന്തിട്ടുള്ള ഇതാണ്. അപ്പൊ ഇത്രയും വലിയ സ്ഥലത്തിന് മുകളിൽ നിങ്ങൾ കയറിയത്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടെ എല്ലാവരും. ഓക്കെ, ഇതോടപ്പേട്ട പോവാണ്. അവിടെ പോകുന്നത് ഫസ്റ്റ് നമ്മള് ഇതെടുക്കണം. എന്താ ഫസ്റ്റ് നമ്മള് ജീപ്പിൽ കയറിയിട്ട് ജീപ്പ് വഴിയാണ് പോകുന്നത്. ഇവിടെ പാസ് എടുത്താലാണ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ചേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നത്. ചേട്ടനെല്ലാം പ്രയോറിറ്റീസ് കൂടുതൽ കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് പാസ് ഒന്നും എടുക്കേണ്ട വന്നില്ല. അങ്ങനെ പോയി. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നു. കാരണം നമ്മൾ ജീപ്പ് ഇനി നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ചേട്ടൻ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. അപ്പം എല്ലാവരും വന്നുള്ളൂ, ഇറങ്ങി വന്നുള്ളൂ. എല്ലാവരും വരട്ടെ. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ പോകുന്നത്. അവിടേക്കൊരു ബിഗ് ഷോപ്പ് തന്നെയാണ് കാണുന്നത്. ഇതിൻ്റെ നെക്സ്റ്റും ഉണ്ട്. അതേ ഗോലീസോടെ എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെന്താ അതെ ഓക്കെ. അതിങ്ങനെ താഴത്തേക്ക് വലിക്കുമ്പോഴാണ് ഇതാണ് ഇവിടെ കൂടുതലും ഉള്ളതല്ലോ. ഇനി ഒരു ക്യാപ്പ് മേഡ് നോക്കണ്ട്. ഫുൾ ഷോപ്പാട്ടോ. അറ്റം വരെ അവിടെ വരെ ഷോപ്പാണ്. എന്തൊക്കെയോ ഉപ്പിലിട്ടത്, മാങ്ങ എല്ലാം കിട്ടി. ചെറി എരിവ് കിട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറി തിന്നാം. അപ്പം നമ്മൾ 3 മിനിറ്റും കൂടി കഴിച്ചു നോക്കാം. എനിക്കിഷ്ടത് ഇതാണ് ഏറ്റവും കൂടുതൽ. ഇതാണ് സൂപ്പർ. അപ്പം നമ്മൾ അകത്തേക്ക് കയറി. ഏതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്? പീക്ക് വ്യൂ ആണ് നമ്മൾ കാണാൻ പോണേ. പീക്ക് വ്യൂവിൽ എന്തെങ്കിലും മാത്രം കാണാനുള്ളേ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അകത്തേക്ക് പോയുമ്പോൾ നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ടവറിലേക്ക് കാണാൻ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ താഴത്തേക്കൊക്കെ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് മാളിലെ വ്യൂ എന്തായാലും കണ്ടിട്ട് വരാം. ഇവിടേക്ക് വന്നപ്പോൾ ഇങ്ങനെ കാറ്റ് കൂടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്ക് വ്യൂ പോയിന്റ്. ഇവിടുത്തെ നമുക്ക് എല്ലാം കാണാം. വ്യൂ പോയിന്റിലേക്ക് എത്തി. നല്ല തിരക്കാണ് ഇവിടെ. എന്തെങ്കിലും മാത്രം ഇവിടെ കാണാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും ഇത്ര തിരക്ക് പിടിച്ച് ഇവിടെ നിൽക്കാൻ ഇതിന് മാത്രം വ്യൂ പോയിന്റ് എന്താ ഉള്ളത് ഇവിടെ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ആകെ ബഹളമാണ്. അച്ഛനും അമ്മയും മക്കളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ആരും വീണു വേനെ. ഇതായിരുന്നു വ്യൂ. സൂര്യ കേട്ടോ, ഇതാണ് വ്യൂ. ഓക്കെ, ഇതാണ് വ്യൂ പോയിന്റ്. ഇച്ച പയ്യെ പറയാ വൃത്തിയല്ല. എന്താ എനിക്കൊരു വന്നാലും ഇപ്പൊ കാറ്റ് കൊണ്ടിട്ട് എന്താ തോന്നണേ? അന്നോ ചാപോന്നു അത്രക്ക്. ഇപ്പൊ ഇത് പൊളിച്ച് ലുക്മാൻ അപ്പുറത്തേക്ക് പോയാലും. പിന്നെ ഞങ്ങള് സുഭാഷ വിളിക്കണം. ലുക്മാൻ എന്ന് വിളിക്കണ്ട വന്നേല്. അപ്പൊ ഇവിടെ കാറ്റ് കൊണ്ട് എല്ലാരും നിക്കാണ്. നല്ല കാറ്റ്. നല്ല ഭംഗിയുള്ള പല രീതിയിലുള്ള റോസസ് ഉള്ളതുകൊണ്ടാണ് ഇത് റോസ് ഗാർഡൻ എന്ന് പറയാൻ കാരണം. ഇവിടെ കുറേ കാണാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഫുൾ റോസ് തന്നെയാണ്. ഫുൾ നല്ല ചുവന്ന റോസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മിസ് ഫോട്ടോ മിസ്സിന്റെ വ്ലോഗ് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ അതെ, ഫുൾ റോസ് ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് റോസ് ഗാർഡൻ എന്ന് പറയാൻ കാരണം. കണ്ട, ഗലാട്ടി. ഓരോ റോസിന് ഓരോ പേരാണ്. തങ്കാര. ഓക്കെ, അല്ല ഇത് റോക്സ് ബർഗർ റോസ്.
ഓക്കെ, കൂട്ട റോസ് ഒക്കെ കണ്ട അത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള റോസുകളുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും വാങ്ങാൻ പറ്റൂല കേട്ടാ. സംഘക്ക് പൂവിലടമണ്ട സ്വീറ്റ് വാട്ടർ. ഇവിടെ എന്താ ശരിക്കും ഇവിടെ എന്താ ടോട്ടലായിട്ടുള്ളതെന്നൊരു മാപ്പ് പോലെ അത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം എന്ന് പറയുന്നത് ബെഡ് എന്ന് പറഞ്ഞാൽ 18. അതായത് ഇങ്ങനെ 18 ഇങ്ങനെ തട്ട് പോലെ 18 ഉണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് തട്ടിലാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇവിടെ 690 റോസാപ്പൂക്കൾ വെറൈറ്റീസ് ഉണ്ട്. അതായത് മഞ്ഞ, ചുവപ്പ്, പിങ്ക് എല്ലാ കളറും. പിന്നെ ടോട്ടൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ 5700. അപ്പോൾ ഇത്രയും വലിയൊരു റോസ് ഗാർഡനിലാണ് നമ്മളിവിടെ വന്നത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം.